ഇമാം മഹദിക്ക് 5 വയസ്സുള്ള ഒരു സമയത്താണ്, അല്ലെങ്കിൽ 4 വയസ്സും 7 മാസവുമുള്ള ഒരു സമയത്താണ് ഇമാം മഹദിയുടെ പിതാവും ഷിയാക്കളുടെ 11ാമത്തെ ഇമാമുമായിട്ടുള്ള ഹസൻ അൽ അസ്കരി വഫാത്താകുന്നത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്നത്. അതോടുകൂടി മുഹമ്മദ് അൽ മഹദിയുടെ അല്ലെങ്കിൽ മഹദി ഇമാമിന്റെ ഇമാമത്ത് അവിടെ തുടങ്ങി. ഈ ഒരു ഇമാമത്തിന് 2 ഘട്ടങ്ങളുണ്ട്. അതായത് മഹദി ഇമാമിന്റെ പിതാവിന്റെ വഫാത്തിന് ശേഷം മഹദി ഇമാം ഒരു മറവിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇതിന് ഐബ എന്നാണ് പറയുന്നത്. ഇതിന് 2 ഘട്ടങ്ങളുണ്ട്. ആദ്യത്തേത് ഐബത്തു സുഹറ, അതായത് ചെറിയ തിരോധാനം അല്ലെങ്കിൽ ചെറിയ അപ്രത്യക്ഷപ്പെടൽ എന്നാണ്. ഇത് ഏതാണ്ട് 69 വർഷം നീണ്ടു നിന്ന ഒന്നാണ് ഐബത്തു സുഹറ. മഹദി ഇമാം ഏതാണ്ട് 5 വയസ്സിൽ ഒളിവിലേക്ക് പോകുന്നു. ഇത് ഏതാണ്ട് 69 വർഷക്കാലം നീണ്ടു നിൽക്കുന്നു. എന്ന് വെച്ചാൽ ഇമാമിന് ആ സമയത്ത് 74 വയസ്സാവുന്നുണ്ട്. ഈ കാലയളവിൽ ഇമാം മഹദി ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുന്നുണ്ടായിരുന്നില്ല. അതിനായിട്ട് ഇമാം മഹദി സമുദായത്തിൽപ്പെട്ടവരുമായി സംവദിക്കാൻ വേണ്ടി 4 പേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവരെ സഫീർ എന്നാണ് ഇവർക്ക് പറയുന്നത്. ഒന്നിന് പിറകെ ഒന്നായിട്ട് 4 പേര്. ഈ പ്രതിനിധികൾ ജനങ്ങളുടെ ആവശ്യം ഇമാമിനെ അറിയിക്കുകയും ഇമാമിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ തിരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. നേരിട്ട് ജനങ്ങൾക്ക് ഇമാമിനെ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഒന്നിന് പിറകെ ഒന്നായിട്ട് 4 സഫീർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രതിനിധികൾ മാത്രമാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ 4ാമത്തെ സഫീർ ആയിട്ടുള്ള അലി ഇബ്നു മുഹമ്മദ് സമരിയുടെ വഫാത്തിന് ഏതാണ്ട് ഒരു 6 ദിവസങ്ങൾക്ക് മുൻപ് മഹദി ഇമാമിന്റെ ഒരു സന്ദേശം അദ്ദേഹത്തിന് വന്നു എന്നാണ് പറയുന്നത്. അതായത് 6 ദിവസത്തിന് ശേഷം താങ്കൾ ഈ ലോകം വിട്ടുപോകും, അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്തുകൊള്ളുക, താങ്കൾക്ക് ശേഷം മറ്റൊരു പിൻഗാമിയെ ചുമതലപ്പെടുത്തേണ്ടതില്ല എന്നൊക്കെയായിരുന്നു ആ ഒരു സന്ദേശത്തിന്റെ ഉള്ളടക്കം. അതുമുതലാണ് വൈബത്തുൽ കുബ്ര എന്ന് പറയുന്ന വലിയ തിരോധാനം അല്ലെങ്കിൽ വലിയ അപ്രത്യക്ഷപ്പെടൽ അത് തുടങ്ങുന്നത്.